നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ വിൽപ്പനയ്ക്ക് വെച്ച കാര്യം ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നല്ലോ. അതിൻ്റെ ഓണർമാർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയിട്ടുള്ള ആ ഒരു ഡിസ്ക്ലോഷറിൽ ഈ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RCB ഫാൻസിനുള്ളൊരു ആശങ്ക, ടീമില്ലാതായി പോവില്ല, അത് മറ്റൊരു ഓണറിലേക്ക് എത്തി കളി തുടരും. മാർച്ച് 2026 മാർച്ച് 31 സെയിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകും എന്നായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ആശങ്ക എന്താണ്? RCB എന്ന പേരില്ലാതെയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നല്ല സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ റോയൽ ചലഞ്ച് എന്ന് പറയുന്നത് അതൊരു വിസ്കിയാണ്, വിസ്കി ബ്രാൻഡ് നെയിമാണ്. ഡിയാജിയോ PLC അവരാണല്ലോ RCBയുടെ ഓണേഴ്സ്. നമ്മൾ ഇന്നലെ വിശദമായിട്ട് അതിൻ്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി വീണ്ടും അതിലേക്ക് പോകുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ട്. അപ്പോൾ ഡിയാജിയോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു വിസ്കി ബ്രാൻഡാണ് ഈ പറയുന്ന റോയൽ ചലഞ്ച് എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ ഓണർ വരുമ്പോൾ ഇങ്ങനെ മുമ്പത്തെ ഓണറുടെ ഒരു ബ്രാൻഡ് നെയിം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തായാലും അവർ തയ്യാറാവില്ല. സ്വാഭാവികമായിട്ടും അവർ അവരുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് നെയിമുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതാണല്ലോ അവരുടെ ബ്രാൻഡ് നെയിം പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് വലിയ രൂപത്തിലുള്ള തുക സ്പോർട്സിൽ ഈ ബില്യണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ RCB എന്നുള്ള പേര് ചരിത്രത്തിൽ വിലയം പ്രാപിക്കാൻ നല്ല സാധ്യതയുണ്ട്. എന്നിട്ട് 2026 സീസണിൽ പുതിയൊരു പേരിൽ എത്താനാണ് സാധ്യത. ഇതാണ് ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതേസമയം ഇനിയിപ്പോൾ RCB എന്ന പേരിൽ തന്നെ, കാരണം RCB ഒരു നല്ല ബ്രാൻഡാണ്, അപ്പോൾ ആ പേര് തന്നെ ടീമിനെ ഇറക്കും പുതിയ ഓണറാണെങ്കിലും. അല്ലാതെ ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫാൻസിൻ്റെ ഇടയിലുള്ള ഒരു മൈലേജ് ഉണ്ടല്ലോ, അതില്ലാതെയായി പോകും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരിക്കലും മറ്റൊരു ബിസിനസ്മാൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ പേരിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേറൊരാൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല. പേര് മാറ്റിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരു ഫാൻസ് ഇല്ലാതാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. സമയമെടുത്തിട്ടാണെങ്കിലും ആ പേരും ആളുകൾക്കിടയിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും ഇതിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ പറയുന്ന കാര്യം RCB എന്ന പേര് ഇല്ലാതെയാവാനാണ് കൂടുതൽ സാധ്യത എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം.